ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ വന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കുമെന്നാണ്. അവൻ എൻ്റെ വാക്കുകളെ ഓർപ്പിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇഫ് യു ഹാവ് എ ക്ലോസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൽ പറയും, എടാ ഇക്കാര്യത്തെക്കുറിച്ച് യേശു എന്നാ പറഞ്ഞിരിക്കുന്നത് നിനക്കറിയത്തില്ലേ? യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തെ റിഫൈൻ ചെയ്യാനുള്ള പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. വി റിമെമ്പർ എക്സാക്ട്ലി. നമ്മളൊരു പാപത്തിലേക്ക് വീണ് പോവുകയോ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കും. എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലേ? യേശുവിൻ്റെ വാക്കുകൾ. അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ ഞാനിപ്പോൾ അപകടം കാണിച്ചതിനെ മരുന്നില്ല, പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അവൻ വന്ന് എൻ്റെ വാക്കുകളെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ വാക്കുകളെ മാത്രമേ ഓർപ്പിക്കത്തുള്ളൂ. അതായത് ചിലപ്പോൾ ആളുകൾ പറയും ആത്മാവ് എന്നോട് പറഞ്ഞു, യേശു അങ്ങനെ പറഞ്ഞോണ്ട് യേശു പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ യേശുവിൽ നിന്നല്ലാതെ മറ്റൊന്ന് പരിശുദ്ധാത്മാവ് എടുക്കുന്നില്ല. ഇവിടെ അതിൻ്റെ പോസിറ്റീവ് ആ സൈഡ് നമ്മൾ മറന്നു പോകരുത്. അവിടെയാണ് ഓരോരോ വെളിപ്പാടൊരാൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരാൾക്ക് വെളിപ്പാടുണ്ടായാൽ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാര്യം യേശു പറയാത്ത ഒരു കാര്യം അഥവാ വേദപുസ്തകത്തിൻ്റെ ആത്മാവിന് യോജിക്കാത്ത ഒരു കാര്യം ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തത്തില്ല. അത് നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ട വല്ല സ്വപ്നം വല്ലതും ആയിരിക്കും. അതൊന്നും ഇവിടെ വന്ന് സഭയിൽ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പറയുകയാണെങ്കിൽ, സഭയിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കണം? യു നീഡ് ടു നോ വെദർ ഇറ്റ് ഈസ് ട്രൂലി സ്പോക്കൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചോ? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചോ എന്ന് എങ്ങനെ അറിയുന്നത്? വേദപുസ്തകത്തിൽ നിന്നല്ലാതെ ഒരു കാര്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. കാര്യം വേദപുസ്തകമാണ് അടിത്തറ. ഇവിടെ നിന്നാണ് കെട്ടിടം പണിയുന്നത്. ഈ വേദപുസ്തകമാകുന്ന ബേസ്മെന്റിന്റെ പുറത്തോട്ട് പരിശുദ്ധാത്മാവ് പണിയത്തില്ല. ഇതിന്റെ മുകളിലോട്ടേ പണിയത്തുള്ളൂ. പുറത്തോട്ട് എക്സ്ട്രാ നോൺ ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് വെളിപ്പെടുത്തത്തില്ല. അതുകൊണ്ട് യേശു പറയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നമ്മളോട് ഒരിക്കലും പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യരുത്, വിശ്വസിക്കരുത്. കാര്യം അവൻ വന്ന് എൻ്റെ വാക്കുകളിൽ നിന്ന്, അവൻ സ്വയമായി പറയുകയല്ല. ഹോളി സ്പിരിറ്റ് വേറെ എവിടെ നിന്നെങ്കിലും എടുത്ത് പറയുകയല്ല. ഇറ്റ് ഈസ് ഓൺലി ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്, ഫ്രം ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനി ഹി ഈസ് എ കംഫർട്ടർ. അപ്പോൾ അവൻ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു. നമുക്ക് അവൻ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. മൂന്നാമത് യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ മാത്രമേ അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയുള്ളൂ. വേറെ ആരുടെയും വാക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു യേശു പറയാൻ സാധ്യതയില്ല. വേദപുസ്തകത്തിലില്ലാത്ത, വേദപുസ്തകത്തിൻ്റെ ആത്മാവിന് യോജിക്കാത്ത ഒരു പുതിയ ഉപദേശം നെവർ. അതൊരിക്കലും ഹോളി സ്പിരിറ്റ് പഠിപ്പിക്കത്തില്ല. പിന്നീട് ഹി ഈസ് എ കംഫർട്ടർ. അവൻ നമുക്ക് ഒരു ആശ്വാസപ്രദൻ. അവന് പാരാക്ലിറ്റോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അതാണ്. എന്താ? അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. പ്രത്യേകിച്ചും ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പ്രത്യേകിച്ചും ആശ്വാസം എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ കാലയളവിലാണ്. നമുക്ക് പലപ്പോഴും കംഫർട്ട് വേണ്ടി വരുന്നത് എപ്പോഴാണ്? വെൻ വി ആർ പെർസിക്യൂട്ടഡ്, വെൻ വി ആർ ഇൻ ട്രബിൾ. നമ്മൾ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോഴത്തേക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആ കംഫർട്ടൊന്നും നമുക്ക് അനുഭവിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ, അതൊരു നല്ല കാര്യമാണോ തെറ്റായ കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ശരിക്കും കംഫർട്ട് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അസുഖം വരുമ്പോഴൊക്കെ ആയിരിക്കും അല്ലേ? ഞങ്ങളുടെ ഇളയ 2 പിള്ളേർ ഒരിക്കൽ കുളിമുറിയിൽ, ജെസ്സി വാസ് വെരി ബിസി വിത്ത് മെനി അതർ തിങ്സ്. അപ്പം കുറച്ച് ദിവസമായിട്ട് അവൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പിള്ളേരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ 2 പേരും കൂടെ കുളിക്കുക, ഷവറിൻ്റെ പുറകിൽ കയറുന്ന് കുളിക്കുക. അപ്പം രണ്ടാമത്തെ അവൾ മൂന്നാമത്തെ അവൾ പറയാം, എടി നമുക്ക് ഒത്തിരി നേരം നിന്നങ്ങ് കുളിക്കാം, അന്നേരം നമുക്ക് പനി പിടിക്കും. അന്നേരം പനി പിടിക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ നോക്കാൻ നേരം കിട്ടുമെന്ന്.
അപ്പം പിള്ളേരുടെ മനസ്സിൽ എന്താണ് കംഫർട്ട് എപ്പോഴാണ് കിട്ടുന്നത്? അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കംഫർട്ട് കിട്ടുന്ന എപ്പോഴാണ്? കംഫർട്ട് ആവശ്യമുള്ളപ്പോഴാണ് നമുക്ക് കംഫർട്ട് കിട്ടുന്നത്, അല്ലേ? നിങ്ങൾ കംഫർട്ട് കണ്ടുപിടിക്കുന്നത് ലോകത്തിൻ്റെ മോഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ കംഫർട്ട് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കംഫർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വീടുണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതമുണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ലോകമുണ്ട്. കംഫർട്ട്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പണം സമ്പാദിക്കുന്നു. കംഫർട്ട്സിന് വേണ്ടി നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. അങ്ങനെ ലോകത്തിൽ നിന്ന് സ്ഥിരമായിട്ട് കംഫർട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് കംഫർട്ട് സ്വീകരിക്കുന്നത്? സോ ഈവൻ വി ആർ ലുക്കിംഗ് ടുവേർഡ്സ് വേർഡ്ലി തിങ്സ് ഫോർ അവർ കംഫർട്ട്. ലോകത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത് കംഫർട്ടിന് വേണ്ടി. പക്ഷേ ഇവിടെ കർത്താവ് പറയാണ്, ഹി ഈസ് എ കംഫർട്ടർ. അവനൊരു സഹായകനാണ്, അവനൊരു പെരാക്ലിത്തോസ്. അവൻ ഒരു സഹായകനാണ് തന്നെയല്ല, അവനൊരു ഒരു ആശ്വാസപ്രദനാണ്. പക്ഷെ അവനിൽ നിന്ന് എത്ര പേര് ഇന്ന് ആശ്വാസം പ്രാപിക്കുന്നുണ്ട്? നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ പരിശുദ്ധാത്മാവേ ഉണ്ടായിരുന്നുള്ളൂ ആശ്വാസപ്രദനായിട്ട്. അവർക്ക് പൈസ ഇല്ലായിരുന്നല്ലോ, അവരുടെ കാശില്ലായിരുന്നു, അവർക്ക് ലോകത്തിൽ കഷ്ടതയും പ്രയാസമൊക്കെ. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ വലിയൊരു അത്യാവശ്യമൊന്നുമില്ല. അതാണ് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ സഭയുടെ പാളിച്ച എന്ന് പറയുന്നത്. സോ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഹി ഈസ് എ കംഫർട്ടർ, എസ്പെഷ്യലി വെൻ യു ആർ ഇൻ ട്രബിൾ, വെൻ യു ആർ പെർസിക്യൂട്ടഡ്. ഹി ഈസ് എ കംഫർട്ടർ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ചാപ്റ്റർ 16 പരിശുദ്ധാത്മാവ് എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആണ് അവിടെ പറയുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായക കൊണ്ട് ഇങ്ങനെയും ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നോക്കുക, അവിടെ ഈ പ്രയാസങ്ങളുടെ സമയത്ത് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ, അവിടെയാണ് കംഫർട്ടർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവിടെ കംഫർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംഫർട്ടർ. കാര്യം എന്താണ്? നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കുമ്പോഴും നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ആശ്വാസപ്രദനായിട്ട് വരുന്നത്. ശരിക്കും ഒരു ആശ്വാസപ്രദനായിട്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, മാർക്ക് ചാപ്റ്റർ 13 അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയും നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ പറവീൻ, പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവ് അത്രേ. നോക്കുക, അതിന് 9-ാമത്തെ വാക്യം മുതലാണത് വരുന്നത്. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിൻ്റെ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് അവിടെ ചിലപ്പം ആളുകൾ ചിന്തിക്കുന്നത്, പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പം നേരത്തെ ഒന്നും പ്രിപ്പയർ ചെയ്യൊന്നും വേണ്ട, ചുമ്മാ വന്ന് നിന്നാൽ മതി, നിൽക്കുമ്പം നമുക്ക് ഇങ്ങ് തരും. ചിലപ്പോൾ പറയുമല്ലോ പരിശുദ്ധാത്മാവ് തരും. അങ്ങനെ പരിശുദ്ധാത്മാവ് തരുന്ന കാര്യമൊന്നുമല്ല. യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ, എന്താ പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ചിന്തയുമില്ലാതെ, പ്രാർത്ഥിക്കാതെ നേരെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുമെന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങളെ പിടിച്ചുകൊണ്ട് നാടുവാഴിയുടെ മുമ്പിൽ കൊണ്ടുപോയി അടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്നത് സാക്ഷ്യത്തിനായിട്ടാണ്. അവിടെ നിങ്ങൾ എന്ത് പറയണമെന്നുള്ളത് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്ത് പറയണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. അല്ലാതെ യാതൊരു പ്രിപ്പറേഷനും പ്രാർത്ഥനയും ഇല്ലാതെ വന്ന് സഭായോഗത്തിന് വന്ന് ഇപ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സന്തോഷിപ്പിച്ചല്ല, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നോക്കുന്ന ഒരു വാക്യം വായിച്ചിരിക്കുന്നതല്ല ഇവിടെ പറയുന്നത്. എന്നാണ് വെൻ വി നീഡ് കംഫർട്ട്, നമുക്ക് കംഫർട്ട് ആവശ്യമുള്ള സമയത്ത് അവൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അതിനുവേണ്ടി തരും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പത്രോസിനെയും യോഹന്നാനെയും മുടന്തനെ സൗഖ്യമാക്കിയ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ്. അതിൻ്റെ പേരിൽ അവരെ വിളിച്ച് പ്രമാണിമാരുടെ അടുക്കൽ നിർത്തുന്നതായ സമയത്ത് അവർ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാമല്ലോ, പത്രോസൊന്നും അത്ര വലിയ ശക്തന്മാരായ ആളുകളൊന്നും അല്ലായിരുന്നു. ഒരു ഹൗസ് മെയ്ഡ്
അല്ലെങ്കിൽ ഒരു മെയ്ഡ് പത്രോസിനോട് നീ ഇവൻ്റെ ശിഷ്യനല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിനെതിരെ സംസാരിച്ച വ്യക്തിയാണ് പത്രോസ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എത്ര ധൈര്യത്തോടു കൂടെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. 7-ാം വാക്യം വായിക്കുമ്പോൾ അവരവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ ഏത് ശക്തി കൊണ്ട് ഏത് നാമത്തിൽ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. നോക്ക്, നേരത്തെ ഒരു മെയ്ഡിൻ്റെ മുമ്പിലായിരുന്നു പത്രോസ് എന്ത് ചെയ്തത്? യേശുവിനെ തള്ളി പറഞ്ഞത്. ഇപ്പോൾ ആരുടെ മുമ്പിലാണ് ധൈര്യത്തോടെ സാക്ഷിക്കുന്നത്? പ്രമാണികളും ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ള ആളുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നിട്ട് അവരോട് കൃത്യമായിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവനിൽ മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യമെല്ലാം കിട്ടിയത് എന്നവർ ആശ്ചര്യപ്പെട്ടു. ഞാൻ മധ്യപ്രദേശിലെ ഒരു വില്ലേജിൽ ഉള്ള ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വില്ലേജിൻ്റെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലൊരു വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം ഈ ചടങ്ങിന് ഇവൻ ആ വില്ലേജിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഈ ചടങ്ങിന് ഇവൻ ചെന്ന് അതിനകത്ത് കാർമ്മികത്വം വഹിക്കേണ്ട ഒരാളാണ്. പക്ഷേ ഇവൻ അതിന് പോകാതെ വന്നപ്പോഴത്തേക്ക് അവരുടെ ഒരു സേർട്ട്, ഒരു ഹൈ കാസ്റ്റപ്പെട്ട ഒരു വലിയൊരാൾ ഒരിക്കലും ഇവനെ വിളിപ്പിച്ചിട്ട് നീ എന്താണ് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് വരാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, സാബ്, അതൊരു വിഗ്രഹമല്ലേ, അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, അത് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, നമ്മൾ പറയുന്ന പോലെ അത് കേൾക്കുന്നുണ്ടോ, അതും വല്ലതും നമ്മളോട് സംസാരിക്കുന്നുണ്ടോ, അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഉടനെ ഇവൻ ചോദിച്ചു, എവിടുന്നാടാ നിനക്ക് ഈ ജ്ഞാനമൊക്കെ കിട്ടിയത്? ഇതുവരെ എൻ്റെ മുമ്പ് നിന്ന് വർത്തമാനം പറയാത്തവൻ, ശരിക്കും അവിടുത്തെ സിസ്റ്റമാണല്ലോ, ഇപ്പോൾ ഈ ജ്ഞാനമൊക്കെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ചൂടായാ ചോദിച്ചത്. ഇവൻ പറഞ്ഞു, സാർ, ഞാനിപ്പോൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നെന്ന്, അതുകൊണ്ട് കിട്ടിയതായി ജ്ഞാനം. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ധൈര്യവും ഇവർ പറയുകയാണ്, ഇവർ പഠിപ്പില്ലാത്ത ആളുകളാണ്, പക്ഷേ ഇപ്പോൾ പറയുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ്? ഇവരുടെ പഠിപ്പിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സാക്ഷിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, when the spirit of the Lord will come upon you, you shall receive power and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അതൊരു ഹോളി സ്പിരിറ്റ് നമുക്ക് കിട്ടുന്ന ഹോളി സ്പിരിറ്റ് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ശക്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തിയാണ്. പക്ഷെ ശക്തിയാണെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സാക്ഷിക്കാനുള്ള ശക്തിയാണ്. എവിടെ? യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. അല്ലാതെ സഭയ്ക്കകത്ത് സാക്ഷി പറയുന്ന കാര്യമൊന്നും അല്ല. ഹോളി സ്പിരിറ്റ് നമുക്ക് ശക്തി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പുറത്ത് സാക്ഷിക്കാനാണ്. അതിനുള്ള ശക്തി. അപ്പം നമുക്കൊരാളൊരു ഒരു റിസോഴ്സ് തന്നു കഴിഞ്ഞാൽ അത് അതിനു വേണ്ടി തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാൻ ഇതിനെക്കുറിച്ച് പല മെസ്സേജസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു PWD കോൺട്രാക്ടർക്ക് ഗവൺമെൻറ് ഒരു പാലം പണിയാൻ വേണ്ടി 10,000 ചാക്ക് സിമെൻറ്റും 10,000 കിലോ കമ്പിയും കൊടുത്തെന്ന് വയ്ക്കുക. അയാൾ അതുകൊണ്ട് ഒരു നല്ല ഒന്നാന്തരം കൊട്ടാരം പോലെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പറയത്തില്ല, എന്തേലും പണിതല്ല അയാൾ, പാലം പണിതില്ലെങ്കിൽ ഒരു വീടെങ്കിലും പണിതല്ലോ എന്നാരേലും പറയുമോ? ഇല്ല. എന്തായിരിക്കും നമ്മൾ പറയുന്നത്? കള്ളൻ, കണ്ടില്ലേ, പാലം പണിയാൻ കൊടുത്ത കമ്പിയും സിമെൻറ്റും കൊണ്ട് അവൻ വീട് പണിതിരിക്കുന്നു എന്നല്ല നമ്മൾ പറയത്തുള്ളൂ. അപ്പം എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷിക്കാൻ. അതുകൊണ്ട് സഭയെ കിടന്ന് ചാടുകെങ്കിലും ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തന്നിരിക്കുന്നത്? പുറത്തു പോയി സാക്ഷിക്കാനാണ് തന്നിരിക്കുന്നത്. അത് ചെയ്യാതെ ഇവിടെ കിടന്ന് ചാടിയേച്ച് ഞാൻ ആത്മാവിൽ ശക്തി അനുഭവിച്ച് ബ്രദറെ എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. സാക്ഷിക്കാത്തവന് ആർ സ്റ്റാൻലി പറഞ്ഞൊരു വാക്ക് ഞാൻ ഒത്തിരി അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. There is a power in Pentecost and there is a program in Pentecost. പെന്തിക്കോസ്തിന് ഒരു ശക്തിയുണ്ട്, പക്ഷെ പെന്തിക്കോസ്തിന് ഒരു പ്രോഗ്രാമും ഉണ്ട്. പെന്തിക്കോസ്തിൻ്റെ ശക്തി പെന്തിക്കോസ്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയുള്ളതാണ്. എന്താണ് പെന്തിക്കോസ്തിൻ്റെ പ്രോഗ്രാം?
സാക്ഷിക്കുക എന്നുള്ളതാണ് പെന്തക്കോസ്തിന്റെ പ്രോഗ്രാം. യു ഷാൽ ബി മൈ വിറ്റ്നസസ് ഇൻ ജെറൂസലേം, ഓൾ ജൂഡിയ, സമാരിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. അത് ഉപയോഗിക്കാതെ പരിശുദ്ധാത്മാവിൽ കിടന്ന് ചാടിയിട്ടും തുള്ളിയിട്ടും ഒരു കാര്യമില്ല. ഇവിടെ ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്ത് എനിക്ക് വിരോധമൊന്നുമില്ല, അതൊക്കെ ഒരു എക്സസൈസ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തിനാണ്? പുറത്തു പോയി സാക്ഷിക്കാനുള്ള ഒരു ആത്മചൈതന്യമൊക്കെ പ്രാപിച്ചോ നിങ്ങൾ? ചിലർ ചാടും, ചിലർ ചാടത്തില്ല, ചാടുന്നവരുണ്ട്, ചാടാത്തവരുണ്ട്, എനിക്കതൊന്നും വിഷയമല്ല. പക്ഷേ സാക്ഷിക്കാതെ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, ഒന്ന്, കൽപ്പനകളെ അനുസരിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ കൽപ്പനകളെ അനുസരിക്കാൻ. രണ്ട്, സകല സത്യത്തിലേക്കും നടക്കാനാണ്. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. സകല സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് നോയിങ് ജീസസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓഫ് കോഴ്സ് നമുക്ക് റൈച്ചസ്, നമ്മൾ അടുത്ത ഭാഗം നമ്മൾ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്നയാളാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഭാഗങ്ങൾ വായിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെയും കുറിച്ച് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും. നീതിയെക്കുറിച്ച്, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ എടുക്കപ്പെടുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തും. എന്താണ് നീതി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് ദാറ്റ് സേസ് അബൌട്ട് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നീതിയോടുകൂടെ ജീവിക്കാൻ ആവശ്യമായ സകല വഴികളും, എന്താണ് നീതി എന്നുള്ളത് കൃത്യമായി ആര് പഠിപ്പിച്ചു തരുന്നു? ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നു, ഒരു സംശയമില്ല. ഇറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. പരമാത്മാവുര ചെയ്യും മൊഴിയെല്ലാ സഭകളും ശ്രവിക്കേണം. പരമാത്മാവുര ചെയ്യും മൊഴിയെല്ലാ സഭകളും ശ്രവിക്കേണം. സ്ഥിരനാം സാക്ഷിയും വിശ്വസ്തനുമായി സൃഷ്ടിയും ആദ്യ നിലലഭിച്ചൊരു വിമലനോദിന മൊഴി ധരിക്കുകിൽ ശുഭമെഴും തവ. പരമാത്മാവുര ചെയ്യും മൊഴിയെല്ലാ സഭകളും ശ്രവിക്കേണം. ശിതമല്ലുഷവുമല്ല തവ ഗുണം, ഇതെന്നു നിജവുമില്ല. ശിതമല്ലുഷവുമല്ല തവ ഗുണം, ഇതെന്നു നിജവുമില്ല. ഇനിയും നീ പാടിയ ജലം പോലെ നാൾ കഴിക്കുകിൽ നിന്നെ ഞാൻ മമവായിൽ നിന്നു പുറത്തു വീഴ്ന്നിടും. ഞാനൊരു ധനി തന്നെ എനിക്കില്ലാതിലകലവിന്നെ. മനമോടിടം ചൊല്ലി കുരുടാനായി നീതിപ്പരു ആണ്യ തരനുടെ മുന്നിൽ വീണറിയിക്കനീയതു. പരമാത്മാവുര ചെയ്യും മൊഴിയെല്ലാ സഭകളും ശ്രവിക്കേണം.